ചോറുണ്ടാക്കിയിട്ട് അവിടെ വെച്ച്. അപ്പൊ കഞ്ഞിവെള്ളം കളയാൻ പോയി പുള്ളി. ചേട്ടാ കളയില്ല ഞാനും വീട്ടില് ഒരു വലിയ ബക്കറ്റിലാണ് കഞ്ഞിവെള്ളം, അരിഞ്ഞ ബക്കറ്റില് കൊണ്ടുപോകാറുള്ളൂ. ഞാൻ അപ്പൊ തന്നെ വാങ്ങിയത് അങ്ങോട്ട് വെച്ച് ഉപ്പ് ഇട്ടിട്ട് വലിയ ഇളക്കിട്ട് ആദ്യത്തെ സിറിയ ഒരു പറഞ്ഞു ദീപവും വന്ന് കാടി വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചേക്കണം. 3 പേരും കുടിച്ച തീർത്തി വേണം ബക്കറ്റ്. അതായത് കൂടെ അവിടെ മൊറോക്കോക്കാരുണ്ടായിരുന്നു. മൊറോക്കോ, സ്പാനിഷ്, തുർക്കി, ബംഗ്ലാദേശ്, പാകിസ്ഥാനി, നേപ്പാൾ, ഇങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ആർക്കും അങ്ങനെ ഒരു എന്താ പറയാ, എനിക്കൊരു എങ്ങനെ പറയാം, കോമൺ അത്രേ ഉള്ളൂ. അതുപോലെ അവർക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും ആ ഒരു ഒരു പഠിക്കാൻ പറയില്ലേ. ഇപ്പൊ അബുദാബിയില് ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ സെന്റർ ഉണ്ട്, കേരള ഉണ്ട്, വേൾഡ് ഉണ്ട്. ഇത് 3 വലിയ വലിയ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഇതിൽ 3 തലപ്പത്ത് മലയാളികളാണ്. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ഏറ്റവും തലപ്പത്ത് ഒരു മലയാളിയാണ്. അത് നമ്മൾ പാലക്കാട്ടുകാരനാണ്. പുള്ളി രാമചന്ദ്രനാണ് പുള്ളി പേര്. പുള്ളി നമ്മുടെ ചന്ദ്രനാറുകാരനാണ്. ഞാൻ പുള്ളി മീറ്റ് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പൊ അതാണ്. അപ്പൊ ഏത് ഒരു അബുദാബിയിൽ ഞാൻ കണ്ടത് ഏറ്റവും സന്തോഷം ഒരു കാര്യം പറഞ്ഞാൽ, ഏതൊരു വലിയ കമ്പനിയായാലും തലപ്പത്ത് നമ്മളായിരിക്കും, ഒരു മലയാളിയായിരിക്കും. അതിൽ എനിക്ക് കുറച്ച് അഭിമാനം തോന്നി എനിക്ക് അവിടെ പോയി. കാരണം ഒരു പുതിയ ഇഷ്ടമാണ്, പുതിയ മെനു എല്ലാം പുതിയതായിരുന്നു. ഞങ്ങൾക്ക് ഈസി ആയിരുന്നു അത്. ഇപ്പൊ ഞങ്ങൾ 3 ഷെഫായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മാറ്റർ അല്ല. ബാക്കി എല്ലാവരും പഠിപ്പിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ വലിയൊരു ടാസ്ക്. അപ്പൊ ആ കൂടെയുള്ളവർ എല്ലാ ടീമുകളെയും മെനുവിന് പഠിപ്പിച്ച്, അവർ ഡിഷിനെ പഠിപ്പിച്ച്, അതിനെ എങ്ങനെ സെർവ് ചെയ്യാൻ പഠിപ്പിച്ച്, അത് പഠിപ്പിക്കാനാണ് പണി. അല്ലാതെ വേറെ നെഗറ്റീവ് അനുഭവം ഉണ്ടായില്ല, ഒരിക്കലും ഉണ്ടായില്ല. എനിക്ക് അവിടെ പോയി ഞാൻ പറയാം, പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ പോയത്. അപ്പൊ ഒന്നും പഠിക്കാനും പറ്റിയിട്ടില്ല. കാരണം പഠിച്ചത് ഫുള്ള് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് തന്നെ, കേരളത്തിൽ മാത്രമേ പഠിച്ചുള്ളൂ. അല്ലാതെ അവിടെ പോയി പഠിക്കാനും പറ്റിയില്ല, പഠിപ്പിക്കാൻ പറ്റി. കാരണം കുറെ പേര് അതായത് നമ്മുടെ പോലെ സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. എങ്ങനെ സെർവ് ചെയ്യണം, ഹൈജീനിക്ക്, കുറെ കാര്യം അവർ പഠിപ്പിച്ചു എന്നല്ലാതെ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. എനിക്ക് നല്ല 3 പേര്, ജെയിനും ആൽബിനും ഞങ്ങൾ 3 പേരെ പഠിപ്പിക്കുമായിരുന്നു. അല്ല പഠിച്ചില്ല, പഠിക്കാനൊന്നും പറ്റിയില്ല അവിടെ. പറയുമ്പോ ഇപ്പൊ മാറി കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ തുടക്കം, ഞാനിപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ എല്ലാവരും അങ്ങനെ മുഖം ചോദിച്ച ഒരുപാട് എന്റെ ഫാമിലി തന്നെ കുറെ പേരുണ്ടാവും. അങ്ങനെ ഇപ്പൊ മീഡിയാസും എല്ലാം കുറച്ച് ഫെമിലി ആയപ്പോ ഇപ്പൊ അതിന്റെ മാറി. ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ കൺട്രീസ്, എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് യൂറോപ്പ്, പറയാം, അതായത് ഒരു സമൂഹത്തിൽ ഡോക്ടറിന് ഉള്ള അതേ റെസ്പെക്ട് ആണ് ഷെഫിനുള്ളത്. യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയാണ്. ഓസ്ട്രേലിയ അവിടെ അങ്ങനെയാണ്, USA എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഷെഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. ഡോക്ടറിന്റെ അതേ ഡോക്ടറിനും ഷെഫിനും മാത്രം വൈറ്റ് യൂണിഫോം ഉള്ളൂ, ബാക്കി ആർക്കും ഇല്ലല്ലോ. അപ്പൊ ആ ഡോക്ടറിനെ കൊടുക്കുന്ന അതേ റെസ്പെക്റ്റാണ് ഷെഫിന് അവിടെ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അത്രയും വലിയ മാറി നമ്മുടെ അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസംഗം കാരണം എല്ലാവരും മനസ്സിലായി ഷെഫ് എന്താണ്, സാധാരണ കുക്ക് എന്താണ്, അങ്ങനെയുള്ളൊരു ഡിഫറൻറ്റ് മനസ്സിലായി. ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഫീൽഡിൽ ഇറങ്ങുന്നുണ്ട്, പെൺകുട്ടി ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഈ ഫീൽഡിലേക്ക്. അതായത് ഷെഫ് കോട്ടിട്ട് എല്ലാവരും ഷെഫല്ല കേട്ടോ. ഷെഫ് കോട്ടിട്ട് എല്ലാവരും ഷെഫല്ല. ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിയണം, ആ ഒരു കോഴ്സ് നന്നായിട്ട് കഴിയണം, അവന്റെ IT കഴിയണം, കഴിഞ്ഞിട്ട് അവൻ ട്രെയിനിയായിട്ട് കയറണം, അപ്പറിനായിട്ട് കയറണം, ട്രെയിനിയായിട്ട് കയറി കോമി 3rd ആവണം, കോമി 2nd ആവണം, കോമി 1st ആവണം, പിന്നെ DCDP വരും, അതായത് ഡെല്ലി ഷെഫ് ഡിപ്പാർട്ടി ആണ്. അപ്പോഴാണ് ഷെഫ് ആവുക. ഈ ഞാൻ പറഞ്ഞ ഈ ഡെല്ലി ഷെഫ് ഡിപ്പാർട്ടിലേക്ക് മിനിമം ഒരു 3.5-4 വർഷം എടുക്കും. ഈ 4ാമത്തെ വർഷമാണ് അവൻ ഡെല്ലി ഷെഫ് ആകുന്നത്. അപ്പോഴാണ് ഷെഫ് ആവുക. അപ്പൊ അതുവരെ അവൻ ഷെഫ് അല്ല. അവൻ ഷെഫ് കോട്ടുണ്ട്, സ്കാർഫുണ്ട്, ക്യാപ്പൊക്കെ ഉണ്ടാവും, എങ്കിലും അവൻ ഷെഫ് അല്ല. അപ്പൊ അത് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ഒരുപാട് അറിയില്ല അത്. കാരണം ഷെഫ് ഡെല്ലി ഷെഫ് അവിടെ വരാൻ ഷെഫ് ആവുന്നത്. പിന്നെ CDP, CDP ഡെസിഗ്നേഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പാണ് എക്സിക്യൂട്ടീവ് ഷെഫ്, പിന്നെ കോർപ്പറേറ്റ് ഷെഫ്, അങ്ങനെ വരും. അങ്ങനെ മേഖല മാറി വലിയ ഹോട്ടൽ ശൃംഖല അനുസരിച്ച് അതിന്റെ ഇതും അതിന്റെ റേഞ്ചും മാറും. അതെ. കാരണം വെച്ചാൽ ഒരു ഷെഫ് കോട്ടിട്ട എല്ലാവരും ഷെഫല്ല. ഓക്കെ, അങ്ങനെ. പിന്നെ ടാലന്റാണ് നമ്മളെ ഒരു ട്രെയിനിങ് മുതൽ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ അടുത്തൊരു തന്നെ ഡെമ്മേണമാണ്. കാരണം വെച്ചാൽ എനിക്ക് അതിന് മുമ്പത്തെ കുറച്ച് എക്സ്പീരിയൻസ്, ബേക്കറി, കേക്ക്സ്, തിരുപ്പൂർ വർഷം ബേക്കറി വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ഞാൻ കിച്ചണിൽ കയറി കേക്ക് ഉണ്ടാക്കാൻ അടിച്ചു. അപ്പൊ അതൊക്കെ ഷെഫൊക്കെ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നു. ഞാൻ നേരത്തെ എനിക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് ആ കുറച്ച് സ്പീഡാണ് ഒരു ഗ്രോ എന്ന് പറയാൻ പറ്റില്ല, എന്നെ ഇപ്പോഴും ഗ്രോ അല്ല കേട്ടോ. ഞാനിപ്പോ ആ പീരീഡ് കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റും. ഷെഫിന് പറഞ്ഞാൽ അതിന്റെ സയന്റിഫിക് ആയിട്ട് വശങ്ങൾ ഫുള്ള് അറിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. സയന്റിഫിക് വശം ഫുൾ മനസ്സിലാക്കിയിട്ടാണ് അവർ ഒരു ഫുഡിന് ഓരോരുത്തർ എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം. ആദ്യം സൂപ്പ്, സ്റ്റാർട്ടർ, സാലഡ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്, സ്മോക്കിംഗ്, അങ്ങനെ കുറെ സംഭവമുണ്ട്. ഒരു കോഴ്സ് ഉണ്ട്, 16 കോഴ്സ് ഉണ്ട് നമ്മൾ പഠിക്കാനുള്ളത്. 16 കോഴ്സ് ഉണ്ട്. ഒരു ഫുഡ് കഴിക്കണം ചുമ്മാ കഴിക്കില്ല, ഒരു 16 കോഴ്സ് ഉണ്ട്. 16 കോഴ്സ് അവനില്ല, ഇപ്പൊ 11 കോഴ്സാണ് ഇപ്പോൾ. അത് 16 5 വെട്ടിച്ചൊരിക്കും 11 കോഴ്സ് ആക്കി മാറ്റി. പറയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. മനുഷ്യരാശിക്ക് ജീവിതം നിലത്തും തീർച്ചയായും ഭക്ഷണം വേണം. ഭക്ഷണം, വെള്ളം, പാർപ്പിട വയ്ക്കുകയാണല്ലോ അടിസ്ഥാനം. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. കേരളത്തിൽ ഇവിടെ പാലക്കാട്, നമ്മൾ പാലക്കാട്ട് തന്നെ ഒരുപാട് രീതിയുണ്ട് അല്ലെ. പാലക്കാട് തന്നെ ഓരോ 10 കിലോമീറ്ററിലും എന്റെ ഇത് മാറും, അതിന് ഫുഡിന്റെ രീതി മാറും. ചില സമയത്ത് ചില സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് റൈസ് കഴിക്കുക, ചോറും സാമ്പാറും കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്. ചില സ്ഥലത്ത് പറ്റില്ലത്. ചില സ്ഥലത്ത് പറഞ്ഞാൽ ടിഫൻ തന്നെ വേണം. ഡിന്നർ ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്, സാലഡ് കഴിക്കുന്നവരുണ്ട്. പക്ഷെ 3 നേരം ഫുഡ് കഴിക്കുന്ന കുറെ പേരുണ്ട്. 3 നേരം ചോറ് മതി, വേറെ ഒന്നും വേണ്ട. അത് 3 നേരം ചപ്പാത്തി കഴിക്കുന്ന കുറെ പേരുണ്ട്, അവർക്ക് അത് മതി, വേറൊന്നും വേണ്ട. അങ്ങനെ കുറെ പേരുണ്ട്. കാരണം അതാ പറഞ്ഞു, ഈ കൾച്ചർ പറഞ്ഞാൽ നമുക്ക് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു എങ്ങനെ പറയാം, അതൊരു അൺലിമിറ്റഡ് ആണ്. അതൊരു ഇങ്ങനെ പാടുകൾ അങ്ങനെയില്ല, എന്തും ചെയ്യാം ഫുഡിൽ, എന്തും ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. പിന്നെ നമുക്ക് അത് വീണ്ടും ഞാൻ പറയാം, നമുക്കൊരു ഇതോടെ പറയാൻ കാരണം, ഇപ്പൊ നമുക്ക് ആസ് എ ഷെഫ് മലയാളി, നമുക്ക് ഇന്ത്യക്കാരൻ, മലയാളി ഇന്ത്യൻ, നമുക്ക് വേണമെങ്കിൽ ലോകത്തുള്ള ഏത് ഫുഡ് നമുക്ക് ഉണ്ടാക്കാം. ചൈനീസ്, മെക്സിക്കൻ, ഇറ്റാലിയൻ, ഏത് ഫുഡും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഒരു ചൈനക്കാരനോ ഒരു ഐഎസ്കാരനോ ഒന്നും പിടിച്ചേർന്നാക്കാൻ പറ്റില്ല, നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സാമ്പാർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാ റെസിപ്പി കൊടുത്താൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടോ ഞാനത് കുറെ നോക്കിയിട്ടുള്ളത്. നമുക്ക് ഏതും പറ്റും. പക്ഷെ പിന്നെ ഞാൻ ചെറിയ കഴിഞ്ഞ ദിവസം ആദ്യം ഇന്റർവ്യൂ കേട്ടോ, അപ്പൊ അതിൽ പറഞ്ഞ കാര്യമായിരുന്നു, മലയാളിക്ക് എന്തും പറയണം, പക്ഷെ മലയാളിക്ക് മാത്രമേ വാങ്ങുള്ളൂ. അത് ഞാൻ ആരും പറഞ്ഞു ഓർമ്മില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. ശരിയാണ്, ഭാഷയായാലും നമ്മള് മറ്റുള്ള ഭാഷകളെ കൈകാര്യം ചെയ്യുന്ന പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നെവർ. ഒരു തമിഴിന് ഒരിക്കലും വേറൊരു ഭാഷ മലയാളം ചെയ്യാൻ പറ്റില്ല അവർക്ക്. മലയാളം ചുമ്മാ സംസാരിക്കായിരിക്കും, പക്ഷെ അയാളെ പക്കെ അത് സംസാരിക്കാൻ പറ്റില്ല അവർക്ക്. നമ്മുടെ കുറെ അക്ഷരങ്ങളുണ്ട്, ഞാൻ ഇതൊന്നും അവർക്ക് കിട്ടില്ല. അതാ പറഞ്ഞത്, മലയാളിക്ക് എല്ലാം പറ്റും, മലയാളിക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഞാൻ ഇപ്പോഴത്തെ വായിച്ചു ഓർമ്മ, വായിച്ചാണോ കണ്ടാണോ ഓർമ്മയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ. ഫുഡായാലും ലാംഗ്വേജ് ആയാലും അങ്ങനെ തന്നെയാണ്. അതാണ് മസാല, ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. നമ്മളൊരിക്കലും നമ്മൾ ഈ പച്ച മാങ്ങയില് നമ്മൾ ഉപ്പ് മുളക് പൊടിയിട്ട് നമ്മൾ കഴിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ കീറുന്നു, മുളക് പൊടി ഇടുന്നു, നല്ല പുളി മാങ്ങ, ഉപ്പ് ഇടുന്നു, ശരിക്കും ചെയ്യുന്നു, നമുക്ക് അടിക്കുന്നു. നമുക്കത് പറയാൻ പറ്റാൻ നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആ സാധനം ഒരു മാസം വ്യത്യാസം കഴിക്കില്ല. അവർ ചുമ്മാ പച്ച ചിക്കൻ ചുമ്മാ പോലെ ഇട്ട് ഉപ്പ് മാത്രം കഴിക്കും വരും, ഉപ്പ് മാത്രം ഇട്ട് കഴിക്കും വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഒരു വേടാണത്, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്. അപ്പൊ അവർക്ക് അത് അവരുടെ സ്റ്റൈലാണത്, അത് അവരുടെ സ്റ്റൈല്, നമ്മുടെ സ്റ്റൈൽ, അത്രേ ഉള്ളൂ. കാരണം ഇന്നലെ ഫുഡ് നല്ലത് ചെയ്താൽ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, അത് അവരവരുടെ രീതിനെ അവര് ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും നല്ല, കാരണം ഒരുപാട് ഞാനിപ്പോ ലോകത്തില് ടോപ്പ് 10, അതായത് മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട 10 ഫുഡുണ്ട്. ഉറപ്പായിട്ട് ട്രൈ ചെയ്യുന്ന 10 ഫുഡില് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മസാല ദോശ ഉണ്ട്. മസാല ദോശ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്നാട്, നമ്മുടെ തമിഴ്നാടിന്റെ ഫുഡ് മസാല ദോശ ഭയങ്കര ഫേമസ് ആണ്. 10 ഫുഡില് അതുണ്ട്. അതായത് പിന്നെ പറഞ്ഞാൽ നമ്മുടെ മുളക് തണ്ണി സൂപ്പ് പറയാം, മുളക് തണ്ണി സൂപ്പ്, അതായത് ശ്രീലങ്കൻ സൂപ്പാണത്. ശ്രീലങ്കയിൽ ഇന്ത്യൻ ദേശീയ സൂപ്പാണത്. ശ്രീലങ്കയിൽ ഇന്ത്യൻ ദേശീയ സൂപ്പാണ് മുളക് തണ്ണി സൂപ്പ്. ഈ സൂപ്പും അതിനകത്ത് പെടും. പിന്നെ ഗ്രീൻ കറി കുറെ സംഭവമുണ്ട്. അപ്പൊ അതില് നമ്മുടെ ഒരു ഓക്കെ, അതാ നമ്മുടെ എന്തെങ്കിലും കാണുമ്പോൾ അഭിമാനം തോന്നുന്നില്ല. അപ്പൊ മസാല ദോശ എടുത്താൽ എനിക്കൊന്ന് അങ്ങനെ തോന്നി എനിക്ക്.
തീർച്ചയായും എനിക്ക് ഇഷ്ടമാണ് മസാല ദോശ. ഞാൻ എപ്പോഴും ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സംഭവം മസാല ദോശയാണ്. അതൊരെണ്ണം കഴിച്ചാൽ അവിടെ സ്പൈസസ് എന്ന് പറയുമ്പോൾ സ്പൈസസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൺട്രി നമ്മളാണ്, ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യനാണ്, അതിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ എരിവും പുളിയും. നമുക്കിത് ചൊടുക്കം വേണമെന്ന് പറയല്ലേ, അത് പറഞ്ഞ ഓൺലൈൻ കേസ്. അതായത് എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഉപ്പാണ് ഇച്ചിരി മുമ്പിൽ വേണം നമുക്ക്. കാരണം ഈ നമ്മളെ ഉപയോഗിക്കുന്ന പകുതി പോലും മറ്റുള്ളവർ ഉപയോഗിക്കാറില്ല. അറബികളാണ്, ഇറ്റലി വേറെ ആരും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാറ് ഇറ്റലിക്കാർ ഉപയോഗിക്കുന്നത് സ്പൈസസ് അല്ല, ഹെർബ്സ് ആണ്. റോസ്മേരി, തൈമ്, ബേസില്, ഏഞ്ചൽ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അതിന് എരിവില്ല, അതിനകത്ത് എരിവല്ല, അതിനകത്തൊരു ഫ്ലേവറാണ്. അതൊരു ഡിഷിൽ കൂടിയാലും അത് ഫ്ലേവർ കൊടുത്തുള്ളൂ, അല്ലാതെ എരിവ് കൊടുത്തില്ല. നമ്മളെ സംബന്ധിച്ച് കുരുമുളക് എന്ന് പറഞ്ഞ സംഭവം ഒരു പരിധി തന്നെ എരിവാണ്. ഒരു സംഭവം കഴിക്കാൻ പറ്റും, പക്ഷെ ചുമ്മാ ഒരു ബോക്സ് ഇട്ടിട്ട് ഒരു ഡ്രോപ്പ് ഇടുന്നു, കഴിക്കാൻ പറ്റും. അതിന്റെ റേഷ്യോ കൂടി കഴിഞ്ഞാൽ എരിവാകും. ആണ് കുരുമുളക് പ്രത്യേകത. കുരുമുളക് നമ്മുടെ ഏത് സ്പൈസ് ആണെങ്കിൽ ഒരു മാർജിൻ കൂടി കഴിഞ്ഞാൽ എരിവ് കൂടും. ഇപ്പൊ നമ്മൾ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹെർബ്സ് ആണ്. ഇറ്റലിക്കാണെങ്കിൽ അറബുകള് അത്ര സ്പൈസ് കഴിക്കില്ല, അവർ സ്പൈസ് കഴിക്കില്ല. അവരുടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ചീസ് കഴിക്കും. അവർക്ക് മറ്റേ റോ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് അറബികൾ. ടുണീഷ്യ അങ്ങനെ കുറെ കണ്ടത്. ടുണീഷ്യ അറബികൾ അവർ കൂടുതൽ കഴിക്കുന്നത് മറ്റേ ഇതാണ്, ചീസാണ്. ചീസ് ചുമ്മാ പച്ച കഴിക്കും, ചുമ്മാ ക്രീം ചീസ് ചുമ്മാ കഴിക്കും, വെറുതെ കഴിക്കും. ഒരു റൊട്ടിയും ചീസ് മാത്രം കഴിക്കും, വേറെ ഒന്നും അവർക്ക് വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം, ലഞ്ച് വെക്കണം, ഡിന്നർ വെക്കണം, ഇന്നത് വേണം, റൈസ് അങ്ങനെയൊന്നും അവർക്ക്. ആ ട്രാവൽ കഴിഞ്ഞ് കഴിച്ച് പോകും. ഈ അറബിയൻ ഫുഡാണ് ഈ ഷവർമ, ഷവായി, ഗ്രില്ലേഡ് ചിക്കൻ, ഗ്രില്ലേഡ് കുറെ സംഭവം ഉണ്ടല്ലോ. ഇതൊക്കെ അറബിക്. പിന്നെ പുതിയതായിട്ട് ഹോട്ടൽ ഫീൽഡിലേക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, അതായത് ഷോർട്ട് കട്ട് ഇല്ല എന്നുള്ളതാണ്. അത് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ കോഴ്സിന് പഠിച്ച് വരുമ്പോൾ ഒരു റെസിപ്പി ഷെഫിന് പറഞ്ഞില്ല, ഒരു സംഭവത്തിന് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ കണ്ടു പഠിക്കാന്നുള്ളതാണ്. നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ ചീത്ത വെക്കണം, തെല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ സംഭവമൊന്നുമില്ല. കാരണം ഇപ്പൊ പറഞ്ഞാൽ എല്ലാം ഓപ്പൺ ആണ്. ഒരു ഡിഷിന്റെ പേര് മാത്രം കിട്ടിയാൽ മതി. ജസ്റ്റ് സെർച്ച് ചെയ്താൽ അതിന്റെ ഫുൾ റിസൾട്ട് അതിനകത്ത് കിട്ടും. ഇപ്പൊ ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ടെക്നിക്കൽ വശമാണ്. പക്ഷെ വർക്ക് ചെയ്യണം, നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഉറപ്പായിട്ട് വർക്ക് ചെയ്യണം. കാരണം വർക്കിന് അന്നും കുറവൊന്നുമില്ല. ചില സമയത്ത് 10-16-17 മണിക്കൂർ വർക്ക് ചെയ്യണം. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു എന്താ പറയാ, നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുക, പെരുമാറുക, വർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നന്നായി വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. ഒരു വിത്തിൻ 3 to 4 ഇയറിൽ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു ഷെഫ് DCDP ആ ഒരു പോസ്റ്റ് എത്തുന്നു. പിന്നെ ഫ്രീ ആണ്, എന്താണ് ചെയ്യുക. അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ഒരു ഷോർട്ട് കട്ട് ഇല്ല, അത്രേ ഉള്ളൂ. മര്യാദ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഏത് ഫീൽഡാണോ, ഡിപ്പാർട്ട്മെന്റ് കുറെ ഉണ്ടോ. ഡിപ്പാർട്ട്മെന്റ് കിച്ചൺ ആണെങ്കിലും ആ കിച്ചണിൽ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, കുറെ സെക്ഷൻസ് ഉണ്ട്. പേസ്ട്രി, ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറി മാത്രമല്ല, ബേക്കറി തന്നെ 3-4 ഉണ്ട്. ചോക്ലേറ്റ് പറയുന്നുണ്ട്, ടാർട്ട് ആൻഡ് പൈ പറയുന്നുണ്ട്, കേക്ക്സ് പറയുന്നുണ്ട്, ബ്രെഡ് പറയുന്നുണ്ട്, കുക്കീസ് പറയുന്നുണ്ട്, എല്ലാം പറയാം. അതുപോലെ എന്താ പറയുക, ചൈനീസ് പറയണം, കോണ്ടി പറയണം, സൗത്ത് പറയണം, നോർത്ത് പറയണം. ഇതെല്ലാം കമ്പൈൻ ചെയ്യണതാണ് കിച്ചൺ, ടോട്ടൽ കിച്ചൺ എന്ന് പറയാം. അതാണ് പല സെക്ഷനാണത്. നമ്മൾ ഏത് സെക്ഷൻ വേണം, നമുക്ക് ഏത് ക്വിസിൻ നമുക്ക് പഠിക്കണം എന്ന് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് ആ ഷെഫിന്റെ കീഴിൽ പോവുക, വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, പക്കയുടെ വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ പറയുക, ചെറിയ പീരീഡിൽ നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് വരാതിരിക്കാം. പിന്നെ കണ്ടിന്യൂ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആ കോഴ്സ് ഒരുപക്ഷെ ഞാൻ ക്ലാസ്സിൽ അന്ന് പഠിച്ചത് 42-46 പിള്ളേരാണ്. ഈ 46 ഒരുപക്ഷെ ഞാൻ മാത്രമേ ഫീൽഡ് ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ല. കാരണം കോഴ്സ് ട്രെയിനിങ് പീരീഡൊക്കെ പകുതി വരുത്. കാരണം ട്രെയിനിങ് പീരീഡ് ചുമ്മാ പീരീഡൊന്നുമില്ല, അതൊക്കെ അത്രയ്ക്ക് ഹാർഡാണ്, നിൽക്കുമൊന്നുമില്ല. കാരണം വെച്ചാൽ നിൽക്കാൻ പറ്റില്ല. ഷെഫുമാർ ഞാൻ പറഞ്ഞില്ല, അപ്പൊ തുപ്പിന്ന് പറഞ്ഞേ, അങ്ങനത്തെ അനുഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഡെസ്പാവും, ഡൗൺ ആവും. പിന്നെ അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ വലിയ പാടാണ്. ഇപ്പൊ നമ്മളത് സർവേ ചെയ്യുന്നതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക, സർവേ ചെയ്യുക. പിന്നെ നല്ല കൂട്ടുകാരെ കിട്ടും. ഒരുപാട് കൂട്ടുകാരണം, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. പുസ്തകം ഇഷ്ടപ്പെടുന്ന കുറെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ലൈഫ് മാറും. അതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതാ പറഞ്ഞു, ഇപ്പൊ ഈ ഫോട്ടോ ഫീൽഡ് അങ്ങനത്തെ ഒരു ഫീൽഡാണ്. രണ്ട് ഇതാണ്, ഒരേ വേണ്ടാവും. എല്ലാവരും എന്താ പറയാ, കള്ളന്മാരും
നല്ല ആൾക്കാരും എല്ലാവരും ഒരുപോലെ ഉണ്ടാവും. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ആരിന് ചൂസ് ചെയ്യുന്നു അങ്ങനെ ഉണ്ടാവും. നമ്മൾ 100% ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിനായിട്ട് കിച്ചണിൽ വേണ്ടത് പഞ്ച്വാലിറ്റി ആണ്, കൃത്യനിഷ്ഠത എന്ന് പറയും. അതായത് 10 മണിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 9:50 വിത്ത് യൂണിഫോമിൽ കിച്ചണിലേക്ക് നമ്മളവിടെ ഒപ്പിട്ടിരിക്കണം. 10 മിനിറ്റ് മുമ്പ് ഒപ്പിട്ടിരിക്കണം. ഒപ്പിട്ട് നമ്മളെല്ലാം കണ്ട് എന്താണ് നമ്മളെ ചെയ്ത് വർക്ക് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യിക്കണം. അല്ലാതെ 10 മണി കിച്ചണിക്ക് വരിക എന്നുള്ളതല്ല. 10 മണി കിച്ചണിൽ ഒരിക്കലും വരാൻ പാടില്ല. ഞാനൊക്കെ എന്നൊക്കെ ചീത്ത പറഞ്ഞു ഒരുപാട് ഷൗട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് പഞ്ച്വാലിറ്റി കൂടി അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ 10 മണി ഡ്യൂട്ടി പറഞ്ഞാൽ 9:30 ഞാൻ കിച്ചണുണ്ടാവും. വിത്ത് യൂണിഫോമിൽ കിച്ചണുള്ളതാണ്. അത് എന്നൊരു അറിയില്ല, ശീലമായിരിക്കാം എന്നതും അറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇപ്പോഴും തന്നെയാണ് പഞ്ച്വാലിറ്റി എനിക്ക് ഭയങ്കര, ഞാൻ കുറച്ച് നോക്കുന്നതാണ്. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ കിച്ചണുണ്ടാവും. അപ്പൊ ഞാൻ കഴിഞ്ഞ വാർത്ത കണ്ടു, അതും ഞാൻ പറയട്ടെ. കഴിഞ്ഞ വാർത്ത ഉണ്ട്, അതായത് ഒരു ഓഫീസിൽ ഒരു സ്റ്റാഫ് അരമണിക്കൂർ മുമ്പേ കയറി. 10 മണിക്ക് ഫോർ എക്സാമ്പിൾ 10 മണിക്ക് ഡ്യൂട്ടി, അരമണിക്കൂർ മുമ്പേ കയറിയപ്പോ ആ സ്റ്റാഫിനെ അതിന് എന്ത് ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്യുന്നു. അതിന് റീസൺ പുള്ളി പറഞ്ഞത്, നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ നേരത്തെ വന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, കഴിവാണെങ്കിൽ 10 മണിക്ക് കയറി പുള്ളി പറഞ്ഞത്ര. എനിക്ക് ഷോക്കിങ്, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിങ് ആയിരുന്നത്. ഞാൻ ന്യൂസ് എവിടെ കണ്ട സംഭവമാണ്. എനിക്ക് വല്ലാത്തൊരു, കാരണം എന്നെ സംബന്ധിച്ചിട്ട് കുറച്ച് ഇതാണത്. കാരണം ഞാനൊക്കെ അങ്ങനെ പഞ്ച്വാലിറ്റി നോക്കുന്ന ഒരാളാണ്. ഞാൻ നോക്കുന്നത് എന്റെ കൂടെയുള്ള ആളുകൾ നോക്കണം. ഞാൻ ഭയങ്കര ഷൗട്ടിങ്, ഞാൻ ചീത്ത പറയും, നന്നായി ചീത്ത പറയും കിച്ചണില്. കിച്ചൺ എന്ന് പറയുമ്പോൾ ഹൈജീനിക്കാണ് പക്കയായിട്ട്. അതായത് നമ്മുടെ ഗേമും പക്കയായിരിക്കണം. മുടി ഒരു കാരണവശാലും പട്ടാള കട്ടിങ് ആയിരിക്കണം, പിടിച്ച കിട്ടരുത്, നന്നായിട്ട് മുടി പിടിക്കണം. നഖം, കുളി, സ്പ്രേ എന്ന് പറഞ്ഞാൽ കുത്തി സ്പ്രേ ഒന്നും അടിക്കാൻ പാടില്ല, മൈൽഡായിട്ട് സ്പ്രേ അടിക്കണം. കാരണം വെച്ചാൽ യൂണിഫോം എപ്പോഴും വൃത്തിയാക്കുക. ഇപ്പൊ രാവിലെ ഡ്യൂട്ടി കയറുമ്പോ ഒരു വൈറ്റ് ഷിഫ്റ്റ് കോട്ട് ആണെങ്കിൽ വൈകിട്ട് വരുമ്പോഴും അത് തന്നെ അയക്കണം. ഏപ്രിൽ മസ്റ്റേക്ക് എത്തണം. ഒരു കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ് കയ്യിൽ എപ്പോഴും വെക്കണം. ഒരു പേന, ഒരു സ്പൂണ്, ഒരു നൈഫ്, ഒരു പോക്കറ്റ് നൈഫ് എപ്പോഴും ഇവിടെ കാണണം. ഇവിടെ പോക്കറ്റ് ഉണ്ടാവും, ഇതിനകത്ത് കാണണം, മസ്റ്റേ കാണണം. ഷെഫുമാർ എന്ത് പറയുമ്പോൾ ചിലപ്പോൾ പാർട്ടി പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ കേക്ക് ഓർഡർ വരും, പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോരും. ക്യാപ്റ്റൻ വന്ന് പെട്ടെന്ന് പറയാം, നാളെ 7 മണിക്ക് വൈകിട്ട് ഇന്ന ആൾക്ക് ജെയിമിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജെയിമിന്റെ മോളുടെ ബർത്ത്ഡേ, അത് എന്റെ ഇന്ന ആളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോരും. അത്രേ ഉള്ളൂ. നോട്ട് ചെയ്യില്ല, നാളെ പെട്ടെന്ന് നോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ചെറിയ സംഭവമുണ്ട്. പക്ഷെ മറന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് കിച്ചണിൽ കയറി ഷെഫ് കോട്ടും അവന്റെ സ്യൂട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ വായു വീണ് ചന്ത വാർത്തയായിരിക്കും വരിക. നമ്മൾ ചന്തപ്പാട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ അത് സംസാരിക്കുക. അവൻ ചിരിച്ചിട്ട് പോകും, ഹായ് കണ്ടു പോകും. ഇതാണ് കിച്ചൺ കേട്ടോ. ഇത് നമ്മള് ഈ സിനിമയിൽ കാണുന്ന ഒരു ഇതൊന്നുമല്ല. കിച്ചണകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, അതൊരു വല്ലാത്ത പൊളിറ്റിക്സ് ആണ്. ഞാൻ ഓടി പറഞ്ഞാണ് ഇവർ പറയുന്നത്. എനിക്ക് ഓഫർ ഇപ്പൊ തന്നെ ഉണ്ട്. എനിക്ക് നല്ല ഒരുപാട് ഓഫർ എനിക്ക് വന്ന് കിടപ്പുണ്ട്. ഞാനിപ്പോ എനിക്ക് എന്റെ ഒരു ഓഫർ ലെറ്റർ പോലെ വന്നു. ഞാനിപ്പോ സൈൻ ചെയ്താൽ എനിക്ക് ജോയിൻ ചെയ്യാം. ഞാൻ നിൽക്കണം ഇപ്പോ നല്ല പാക്കേജിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ഓരോ വട്ടെന്ന് പറയല്ലേ, അപ്പൊ ഞാനൊരു വട്ടിന് പുറത്ത് നിൽക്കണം ഞാനിപ്പോ. അപ്പൊ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ സ്ഥാപനം, എന്റെ ഒരു കൊക്കോട്ടി എന്ന് പറയുന്ന സംഭവത്തിന് മുമ്പിൽ എനിക്ക് കുറച്ച് അതിന്റെ പുറകെ ഞാൻ നിൽക്കണം. ഞാൻ നിന്ന് എന്തായാലും അതിനൊന്നും പൊക്കിക്കൊണ്ടിരണം. വരണം വന്നു. ഞാനിപ്പോ അതിന്റെ ചെറിയ ഫ്യൂ ടൈം മതി. ഞാൻ എന്തായാലും അതിനെ ഒന്ന് ട്രാക്കിലാക്കി. ഇപ്പൊ ഞാൻ അവിടെ ഇല്ലെങ്കിലും പക്ക റണ്ണിങ് ആവുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോ പോവാം. മേ ബി അത്രേ ഉള്ളൂ. കാരണം ഇത് ഇന്നും പോയി. കാരണം വെച്ചാൽ ഇപ്പോ ചെറിയ സ്ട്രഗിളും പോയാണ്. ഇപ്പൊ എന്തായാലും മാറില്ല, ഞാൻ മാറിക്കാൻ ശരിയാകത്തില്ല. കാരണം വെച്ചാൽ ഇനി എനിക്ക് അതിന് ഞാൻ മാറിയാലും പക്കാതെ റണ്ണിങ് ആവുന്നു. ഇന്ന് ആ സ്റ്റേജ് വരുമ്പോ ഞാൻ ഫ്രീ ആവും. അത്രേ ഉള്ളൂ. അതുവരെ ഞാൻ അതിന്റെ പുറകെ നിന്ന് അതിനൊന്ന് പൊക്കിയിട്ട് കൊണ്ടുവന്ന് അതിന് ശേഷം മാത്രം ഞാൻ മാറില്ല. എന്തായാലും മാറില്ല. അപ്പൊ അതിന്റെ സാധനം തന്നെ ആയിരിക്കും. പിന്നെ അതാ പറഞ്ഞു, അപ്പൊ അതിന്റെ കൂടെ തന്നെ എഴുത്തും ട്രാവലിങ്ങും യാത്രയും ഫാമിലിയും എല്ലാവരും കൊണ്ടുപോകണം. അതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. എനിക്ക് മറക്കാൻ പറ്റാത്ത എപ്പോഴും യാത്ര മുന്നിൽ നിൽക്കുന്ന യാത്ര അഗസ്ത്യകൂടം പോയ യാത്രയായിരുന്നു. അഗസ്ത്യകൂടം, ട്രിവാൻഡ്രം. അത് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് എനിക്ക് പ്ലാൻ ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ അഗസ്ത്യകൂടം നടത്തി ഞാൻ സെർച്ചും ചെയ്യില്ല കേട്ടോ. അന്ന് അത്രയ്ക്ക് തലക്ക് വിളിച്ചൊന്നുമില്ലല്ലോ. ഞാൻ സെർച്ചും ചെയ്യില്ല. അവര് നേരെ വന്നു. അവര് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി നേരെ ആലപ്പുഴ വന്നു. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ കയറി. ഞങ്ങൾ നേരെ
ട്രിവാൻഡ്രം ജംഗ്ഷൻ ഇറങ്ങുന്നു, നേരെ അവിടെ നിന്ന് ജീപ്പ് ഉണ്ട്, ബോണക്കാട് വെച്ച് പിടിക്കുന്നു. അവിടെ നടക്കുവാണ് കാട്ടിലൂടെ കിലോമീറ്ററോളം. അപ്പൊ ഞങ്ങളൊന്നും കരുതിയില്ല, ബാഗ് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കാരണം അഗസ്ത്യവടം കാട്ടിലേക്ക് പോകണത്, നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സോ എന്തെങ്കിലും ചെയ്യാം, പക്ഷെ വെള്ളമോ എന്തെങ്കിലും എടുത്തേക്കണം. ഒന്നും എടുത്തില്ല. ഞങ്ങൾ ഈ പട്ടി അന്തരിക്കുന്ന പോലെ പോയി. ആ സമയത്ത് കുറെ പേരുണ്ടായിരുന്നു, കുറെ വലിയ വലിയ ഓഫീസുമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വലിയ വലിയ ബാണ്ട ഉണ്ടായിരുന്നു. അവര് കയറിപ്പോയി. ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ അവര് മൈൻഡ് ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു, കുളിക്കുന്നു. നല്ല അടിപൊളി അരുവി കണ്ടു, കുളിച്ച് ചാടി മറിഞ്ഞ് ഇങ്ങനെ അകത്ത് കയറി. അവിടെ ചെന്നപ്പോ രാവിലെ തുടങ്ങി നടത്തുന്ന വഴിയാണ്. അവിടെ ചെന്നപ്പോ 2 മണി, ആ മറ്റേ ടെമ്പിൽ ചെന്നപ്പോ വിശന്നിട്ട് ഒരു രക്ഷയില്ല. പച്ചാളം കുടിച്ചില്ല, ഒന്നുമില്ല കയ്യില്. അപ്പൊ തന്നെ പുള്ളി എന്താണ് 2 ഗൈഡന്മാരുണ്ട് ആ കൂടെ ഞങ്ങളെ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവരപ്പൊ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ചോറ് വെച്ച്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ചോറുണ്ടാക്കിയിട്ട് അവിടെ വെച്ച്. അപ്പൊ കഞ്ഞിവെള്ളം കളയാൻ പോയി പുള്ളി. ചേട്ടാ കളയില്ല ഞാൻ വിട്ടില്ല. വലിയ ബക്കറ്റിലാണ് കഞ്ഞിവെള്ളം, അരിഞ്ഞ ബക്കറ്റില് കൊണ്ടുപോകാറുള്ളൂ. ഞാൻ അപ്പൊ തന്നെ വാങ്ങിയോടെ അവിടെ വെച്ച് ഉപ്പ് ഇട്ടിട്ട് വലിയ ഇളക്കിട്ട് ആദ്യത്തെ സിറിലെ ഒരു വെള്ളം പറഞ്ഞു ദീപവും വന്ന് കാടി വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചാൽ 3 പേരും കുടിച്ച തീർത്തി വേണം ബക്കറ്റ്. 4 പേര് സെറി കുടിച്ചിട്ടുണ്ട്. സെറിയാണല്ലോ മൂടെ ഫയൽ കിടന്ന്. ഞാനും ദീപവും ആൽബിയും ഞങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം ഫുള്ള് ഞാൻ കുടിച്ചു കഞ്ഞോളം. ഭയങ്കര സമാധാനമായിരുന്നു. കിടന്ന് പിറ്റേ ദിവസം രാവിലെയാണ് മല കയറുന്നത്. അത് മഴ കയറി കുറെ ചില സ്ഥലത്ത് ഹാങ് ചെയ്ത് കയറണം. കാരണം ഒഴിണ്ടാവണം, കാരണം വലിച്ച് എനിക്ക് കയറണം. എനിക്ക് കുറെ ഫോട്ടോ എടുത്തു. അതായത് ഇത്തിരി ഇതൊക്കെയായിരുന്നു, പ്രശ്നമൊക്കെയായിരുന്നു. കയറി ഏറ്റവും ടോപ്പ് എത്തിയപ്പോ വാ, അതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ നേടിയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു അഗസ്ത്യകൂടത്തിന്റെ. ഏറ്റവും ടോപ്പിൽ അഗസ്ത്യമുനിയുടെ ഒരു ഇത് പ്രതിമയുണ്ട്. അവിടെ പൂജ ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ അവിടെ പിന്നെ കിടന്നു. ഞാനവിടെ ഒരു 10-15 മിനിറ്റ് കിടന്നു. അവിടെ കിടന്നു. വല്ലാത്ത കാറ്റും മഞ്ഞും. ഇവരൊക്കെ എന്താ പറയാ, എന്തൊക്കെയോ കിട്ടി എന്നുള്ള ഒരു ഫീലാണ് അവിടെ. ഏറ്റവും ഒരുപാട് ട്രിപ്പ് പോയിട്ട് ഒത്തിരി നല്ല ഉണ്ടെങ്കിലും ഇത് പെട്ടെന്ന് എനിക്ക് വന്നത് ഇതാണ്, അഗസ്ത്യകൂടം ട്രിപ്പാണ്. ഒന്നുകൂടി പോകണം. കാരണം വെച്ചാൽ ഇവന്മാരൊക്കെ വരണം. ആൽബിൻ വരണം. ആൽബിൻ ഫ്രാൻസിലാണ്, ഒരുത്തൻ ഡൊമിനിക്കിലാണ്, ഒരുത്തൻ ബഹ്റൈൻ, ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും 4 പേരിൽ ഒരുമിച്ച് പോകുമെന്ന് അറിയില്ല. ഞാൻ ഗ്രൂപ്പ് ഇപ്പോഴുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാര്യം ഷെയർ ചെയ്യാറുണ്ട്. 4 പേരും മേലാണ്, 4 പേരും വൈഫുമാരും ഞങ്ങളെക്കാരും കമ്പനിയാണ്. അപ്പൊ അവര് അങ്ങനെയൊക്കെയാണ്. എന്തായാലും 4 പേരും ഒരു ട്രിപ്പ് അടിക്കും. ഒരുമിച്ച് വന്ന ശേഷം ഒരു ട്രിപ്പ് അടിക്കും. അത് നോർവേക്കായിരിക്കും. ഞങ്ങളുടെ പ്ലാനാണ്, ഒരുപാട് നാളത്തെ പ്ലാനാണ്. അത് നടക്കും, അത്രേ ഉള്ളൂ. എന്റെ എഴുത്തുകള് കുറെ മാഗസീനിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ വരുന്നുണ്ട്. അതിൽ റേഡിയോയിൽ വരുന്നുണ്ട്. കൊച്ചി FM അടക്കുന്ന കുറെ അഖിലയിൽ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പൊ അതെല്ലാം കൂടി സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു ബുക്കാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇന്ദു മാഡമാണ് അത് എഡിറ്റ് ചെയ്ത് തന്നെങ്കിലും അത് എന്താ പറയാ, കുറച്ചുകൂടി തിരുത്തിക്കൊണ്ടിരുന്ന രാജ്മോഹൻ സാറാണ്, കൊല്ലത്തുള്ള നമ്മൾ ബാലസാഹിത്യകാരൻ. അത് ഈ മാസം അല്ല, ജൂൺ 1 കിട്ടിക്കഴിഞ്ഞാൽ ജൂൺ ലാസ്റ്റ് ആയിട്ട്, എനിക്കറിയില്ല കേരളത്തിൽ നല്ല പ്രസാദനെ ഏറ്റെടുക്കും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അറിയില്ല, എന്തായാലും നിങ്ങളേക്ക് എത്തുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. എന്റെ പുസ്തകത്തിന്റെ പേര് ട്യൂബ്ലൈറ്റ് എന്നാണ്. അത് ഉടനെ ഇപ്പൊ ഈ മാസം ജൂൺ ലാസ്റ്റോടുകൂടി എന്റെ പണിയെല്ലാം കൈ കിട്ടും. അത് നല്ലൊരു പ്രസാദനെ ഏറ്റെടുക്കും. പിന്നെ അത് ഉടനെ പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വായിക്കുക, അഭിപ്രായം പറയുക. താങ്ക്സ്. എന്റെ ഹൃദയത്തിൽ നിറഞ്ഞൂരീണം ഒരു മുളം തണ്ടിലൂടൊഴുകെ വന്നു
ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു, ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി, ഒരു കുടുന്ന നിലാവിന്റെ കുളിര് കോരി, നിറുകയിൽ അരുമയായി കുടഞ്ഞതാരും